നമസ്കാരം. സ്വസ്ഥത നമ്മളേറെ വികൃതമാക്കപ്പെട്ട ഒരു വാക്കാണ് സ്വസ്ഥത. എനിക്കൊരു സ്വസ്ഥതയുമില്ല. സ്വസ്ഥത എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. സ്വമ്മിൽ സ്ഥിതി ചെയ്യുക. സ്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മബോധം എന്താണെന്ന് തന്നെ നമ്മൾക്കത് ഗ്രാഹ്യമല്ല. പിന്നെ എങ്ങനെ അതിൽ സ്ഥിതി ചെയ്യുക എന്നതാണ് പ്രശ്നം. അപ്പോൾ നമ്മുടെ മനസ്സ് എപ്പോഴും വിഷയങ്ങളിലേ സ്ഥിതി ചെയ്യും. നമ്മുടെ മനസ്സ് നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യില്ല. കാരണം അതിനൊരുപാട് വേവലാതിയാണ്. ഭർത്താവിൽ, ഭാര്യയിൽ, അയൽപക്കത്തിൽ, മറ്റു പല 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 വിഷയങ്ങളിൽ മാത്രമേ അതിന് നിൽക്കാൻ അറിയൂ. നമ്മുടെ ഉള്ളിൽ നിൽക്കാൻ അത് പഠിച്ചിട്ടുമില്ല, അതിനെ പഠിപ്പിക്കാൻ നമ്മൾക്ക് അറിയുള്ളൂ. അതാണ് നമ്മുടെ പ്രശ്നം. ഇപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം നമ്മൾക്കുണ്ടാവും, നമ്മൾക്ക് സ്വസ്ഥതയിലെത്താൻ പറ്റും. ഒരിക്കലും സാധ്യമല്ല. കാരണം നമ്മുടെ മനസ്സിൽ ഡാറ്റകൾ ഉള്ളിടത്തോളം കാലം ആ മനസ്സിന് സ്വയത്തിൽ സ്ഥിതി ചെയ്യാൻ പറ്റൂല. ഡാറ്റ ഒരിക്കലും നമ്മൾക്ക് ഫ്രീ ആക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സിലുള്ള ഫുള്ള് ഡാറ്റ ഇംപ്രിൻറ്റുകളെ നമ്മൾക്ക് ഇല്ലാതാക്കാൻ സാധിക്കില്ല. അതൊരു യോഗിക്ക് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഒരു യോഗിക്ക് മാത്രമേ സ്വസ്ഥത, സ്ഥിരമായ സ്വസ്ഥത, എപ്പോഴും സച്ചിദാനന്ദത്തിൽ ജീവിക്കാൻ സാധിക്കും. പക്ഷെ നമുക്ക് സ്വത്തിൻ്റെ അടുത്ത് വരെ എത്താം. സ്വം ഉള്ളിലുള്ള ആത്മബോധത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ ആത്മബോധത്തിൻ്റെ അടുത്ത് വരെ, അതായത് മനസ്സിന് പൂർണ്ണമായും അതിൽ പറ്റിക്കിടക്കുന്ന കറകളൊന്നും കളയാൻ നമ്മൾക്ക് അറിയില്ല, ഒരിക്കലും സാധ്യമല്ല. യോഗ പ്രകാരം മനസ്സ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ ബോഡിയാണ്, സൂക്ഷ്മ വസ്തുവാണെന്ന് പറയും. ആ വസ്തുക്കളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചില അഴുക്കുകളെ നമുക്ക് കഴുകി കളയാം. ചില തോർത്തുമുണ്ടുകളിലും പോലെയാണ് പറ്റിപ്പിടിച്ച് ചിലതൊന്നും നമുക്ക് ഒരിക്കലും കളയാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ കളയാൻ കാഴ്ച അതാണ് ഡാറ്റ ഫ്രീ ആക്കുക എന്നാണ്. ഡാറ്റ ഫ്രീ ആയാൽ എന്താ സംഭവിക്കുക? നമ്മൾ സ്വത്തിൽ നിന്ന് തന്നെ നമ്മൾ പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മുടെ ഉള്ളിലുള്ള ആത്മബോധം, അത് പ്യൂരിറ്റിയാണ്, അത് ക്ലാരിറ്റിയാണ്. ആ ക്ലാരിറ്റിയിൽ തന്നെ നമ്മൾ പ്രവർത്തിക്കും. അപ്പോൾ ആ ക്ലാരിറ്റിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ആത്മബോധത്തിൽ, അല്ലെങ്കിൽ സെൽഫ് എന്താണ്, ബീയിങ് എന്താണ്, ഉണ്മ എന്താണ്, അതൊന്ന് ആക്സസ് ചെയ്യാൻ പറ്റിയെങ്കിൽ, അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് നേടിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നമ്മളിലുള്ള കോൺഷ്യസ്നെസ് തന്നെയാണ് പ്രപഞ്ചമാകം നിറഞ്ഞു നിൽക്കുന്ന കോൺഷ്യസ്നെസ്. അത് മാത്രമേ ഈ പ്രപഞ്ചത്തിൽ സ്ഥിരമായുള്ളൂ. ബാക്കി മറയുന്നത്, ഉണ്ടായി മറയുന്നതൊക്കെ അനിത്യമാണ്, അതൊന്നും ഇല്ലാത്തതാണ്. അന്ന് പ്രത്യക്ഷത്തിലുണ്ടെങ്കിലും ഇല്ലാത്തതാണ് നമ്മൾക്കത് പ്രതിഷ്ഠിച്ചെടുക്കാൻ സാധിച്ചു. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ഡാറ്റ ഫ്രീ ആയി. ഡാറ്റ ഇല്ലാത്ത മനസ്സ് നമ്മുടെ ആത്മബോധത്തിൽ പ്രവർത്തിക്കും. ആത്മബോധത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ മോക്ഷം കിട്ടി അല്ലെങ്കിൽ കൈവല്യമായി എന്ന് പറയാം. ഓക്കെ.